ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക പ്രതാപനോട് പറയുന്നു, നീ ഇനി എത്രയൊക്കെ കൊതിച്ചാലും അവൾ നിനക്ക് ദുഃഖം മാത്രമേ തരത്തുള്ളൂ. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് നല്ലത്. ചേച്ചി എന്തുവായി പറയുന്നത്? ചേച്ചി എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഒന്ന് പോസിറ്റീവായിട്ട് ചേച്ചിക്ക് ചിന്തിച്ചുകൂടെ എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മകളെ തിരിച്ചറിയുന്നത് തന്നെ ഇപ്പോഴാണ്. എൻ്റെ സന്തോഷമെന്ന് വെച്ചാൽ എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ്. പ്രതാപൻ്റെ ഈ വാക്കുകൾ അംബികയ്ക്കങ്ങ് വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. ഇത്രയും നാളും അംബിക പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന വെറും ഒരു കളിപ്പാവ മാത്രമായിരുന്നു പ്രതാപവർമ്മ. ഇനി കളിയൊന്ന് മാറ്റിപ്പിടിച്ചേ പറ്റത്തുള്ളെന്ന് മനസ്സിലാക്കിയ അംബിക ഉടനെ പറയുക, പ്രതാപ, നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചേച്ചി ഇങ്ങനെയൊക്കെ എന്താ സംസാരിക്കുന്നത്. അതെന്താന്ന് വെച്ചാലേ, എനിക്ക് എൻ്റെ അനിയനെ അത്രയ്ക്ക് സ്നേഹമാണ്. നീ ആരുടെ മുന്നിലും തോക്കുന്നതും നിന്നെ തോൽപ്പിക്കുന്നതും ഈ ചേച്ചിക്ക് സഹിക്കത്തില്ല മോനെ. അത് നിൻ്റെ മകളായാലും എതിർ പാർട്ടിക്കാരായാലും ആരായാലും നീ ജയിക്കുന്ന കാണാനാണ് ഈ ചേച്ചിക്കിഷ്ടം. പക്ഷേ എൻ്റെ കണക്കൂട്ടലിൽ പ്രതാപ, നിൻ്റെ മോൾ നിന്നെ തോൽപ്പിക്കും മോനെ. ഇത് നിന്റെ ചേച്ചി നെഗറ്റീവായിട്ട് പറയുവാണെന്ന് മോൻ വിചാരിക്കരുത്. കംസനെ കൊല്ലാൻ പറഞ്ഞ കൃഷ്ണനെ പോലെ, ഹിരണ്യകശിപിനെ കൊല്ലാനായിട്ട് അവതാരമെടുത്ത നരസിംഹമൂർത്തിയെ പോലെ, എന്തിനു പറയുന്നു കൃഷ്ണനെ കൊല്ലാൻ പറഞ്ഞ ജഗനെ പോലെ നിന്റെ മകൾ ഋതിക നിന്റെ അന്തകയാകും പ്രതാപ. ചേച്ചിയുടെ ഈ ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് പ്രതാപൻ ഇങ്ങനെ അംബികയെ തന്നെ നോക്കുവാണ്. നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ഇത്രയേ ഈ ചേച്ചിക്ക് എൻ്റെ അനിയനോട് പറയാനുള്ളൂ. അംബികയുടെ വായിലെ ആ ദുഷിച്ച വാക്കുകളൊക്കെ കേട്ടിട്ട് പ്രതാപൻ പറയുക, ചേച്ചി ആരെക്കുറിച്ചായി പറയുന്നത്? എൻ്റെ മകളെക്കുറിച്ചാണോ പറയുന്നത്? അവൾ ആരെ ഉപദ്രവിക്കാത്ത ഒരു സാധുവാണ്. എൻ്റെ മോൾ ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നാശം കാണാൻ വേണ്ടി അവൾ ഒന്നും ചെയ്യില്ല. പ്രതാപൻ ഇങ്ങനെ ഋതിയെക്കുറിച്ച് പറയുമെന്ന് അംബിക ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അത്രത്തോളം വിഷമാണ് ഇത്രയും നാൾ അംബിക ഋതിയെക്കുറിച്ചും അവളുടെ അമ്മ പത്മാവതിയെക്കുറിച്ചും പ്രതാപനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എൻ്റെ മകളെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത്രയും നാളും എൻ്റെ മകളെ ഞാൻ മനസ്സിലാക്കാതെ പോയതിൽ ഇന്ന് ഞാൻ വളരെയേറെ ദുഃഖിക്കുന്നുണ്ട് ചേച്ചി. ഇനി ഇവിടുന്ന് ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് വളരെ കുഴപ്പത്തിൽ പോവും. അതുകൊണ്ട് ചേച്ചി കിടന്നോ, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പ്രതാപൻ അങ്ങ് പോവുകയാണ്. ഇത് കണ്ടിട്ട് അംബിക ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ദൈവമേ, ഇനി എങ്ങനെ ഇവനെ എൻ്റെ വഴിക്ക് വരുത്തും? ദീപക് അപ്പോൾ അംബികയുടെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, എന്താ അമ്മേ, അമ്മാവൻ വലിയ ദേഷ്യത്തിലാണല്ലോ അങ്ങോട്ട് പോയത്. എന്തു പറ്റി? എന്തു പറ്റാനാടാ? അവൻ്റെ മോഡ സ്വഭാവ ഗുണം ഞാൻ അബദ്ധത്തിലൊന്ന് പറഞ്ഞുപോയി. അതവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇവിടുന്ന് ചേച്ചിയോട് സംസാരിച്ചാലേ ശരിയാകില്ലെന്നും പറഞ്ഞ് അവനങ്ങ് ഇറങ്ങിപ്പോയി. ഓ, അതാണോ കാര്യം? ഞാൻ വിചാരിച്ചത് ഇലക്ഷൻ്റെ ടെൻഷനിൽ പോയതായിരിക്കുമെന്ന്. അല്ലമ്മേ, ഞാൻ ചോദിക്കട്ടെ, നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷനിലെ അമ്മയുടെ വോട്ട് ആർക്കാ? അംബിക ഇങ്ങനെ ദീപക്കിനെ തന്നെ തറച്ചു നോക്കുവാണ്. എന്ന് വെച്ചാൽ ഇതുവരെയും അംബികയോ മകനോ പ്രതാപനോ വോട്ട് ചെയ്തിട്ടില്ല. രാജുവിൻ്റെ വീട്ടിൽ ജയൻ ഇങ്ങനെ ഉറക്കമൊക്കെ എണീറ്റിട്ട് വരുമ്പോൾ പ്രിയ വന്നിട്ട് ചോദിക്കുന്നു, ജയേട്ടാ ചായ എടുക്കട്ടെ? എടി, അതിന് ഞാൻ ഉറക്കം എണീറ്റിട്ട് രാവിലെ വരുമ്പോഴേ നീ എനിക്ക് എന്തുവാ തരുന്നത്? ചായ എന്നപ്പോൾ എടുത്തോണ്ട് വാടി എന്നിങ്ങനെ ശബ്ദത്തിൽ പറയുന്നത് കേട്ടോണ്ട് വേണുവേട്ടനും രാധമ്മയും കൂടെ അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, എന്ത് വാടാ രാവിലെ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നത്? അതെ, ഞാനെന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങൾക്ക് കൂവലും കുഴൽവിളിയും ഒച്ചയൊക്കെട്ടൊക്കെ തോന്നത്തുള്ളൂ. എന്തിനാ ജയ ഇങ്ങനെ ആൾക്കാർ അയലത്തൊക്കെ കേൾക്കുന്ന പോലെ നീ വിളിച്ചു പോകുന്നത്? കേൾക്കട്ടെ, ആരും കേൾക്കാൻ പാടില്ലാത്ത ഒന്നും അല്ലല്ലോ ഈ ജയൻ വിളിച്ച് പറയുന്നത്. വേണുവേട്ടൻ പറയുക, എടാ രാജു ഉറങ്ങുക. നീ ഇന്നലെ പറഞ്ഞതൊക്കെ കേട്ടേ വളരെ വിഷമിച്ചാ അവൻ ഉറങ്ങാൻ പോയത്. എന്നാലേ ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറയും. പൊന്നു മനസ്സുള്ളവരൊക്കെ അങ്ങോട്ട് കേട്ടാൽ മതി. വേണുവേട്ടൻ പറയാ, ഇവിടെ അങ്ങനെ ആർക്കും പൊന്നു മനസ്സില്ലടാ. ഈ കുടുംബത്തിലെ ഞങ്ങളുടേതായ കുറേ രീതികളുണ്ട്. അതിന് യോജിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. ഓഹോ, അപ്പോഴങ്ങനെയായോ? ആ, അങ്ങനെയായി. മര്യാദയ്ക്കാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. അല്ലെങ്കിൽ നീ രാവിലെ തന്നെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോ. ആഹാ, അങ്ങനെ എന്നെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടാമെന്ന് വിചാരിക്കണ്ട. ഇതേ എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാ. വേണുവേട്ടൻ ചിരിച്ചിട്ട് പറയാം, എടാ, ഈ വാടക വീട് നിനക്കൂടെ എങ്ങനാടാ അവകാശപ്പെടുന്നത്? ഈ വാടക വീട് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധി ഉപദേശിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കാൻ വയ്യാലോ. ആഹാ, അപ്പോഴാ ഉദ്ദേശം കൊണ്ടാണോ നീ ഇരിക്കുന്നത്? എന്നാലേ ജയ, നിന്റെ ഈ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നിന്റെ അത്രയും ആർത്തിയെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നിനക്കേ ആർത്തി എന്ന് പറഞ്ഞാൽ പോരാ, പണത്തിനോടുള്ള അത്യാർത്തിയാ നിനക്ക്. നിന്റെ ഈ പണപ്രാന്തിനെ എൻ്റെ മോനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ.
ഈ ബഹളവും ഒച്ചയൊക്കെ കേട്ടോണ്ട് രാജു എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നത്, വീണ്ടും തുടങ്ങിയോ രാവിലെ തന്നെ ബഹളം? ഇതിനൊരവസാനമില്ലേ? എൻ്റെ സമാധാനം നശിപ്പിക്കാവുന്നേ അളിയൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടാണോ ഇവിടെ വന്നിങ്ങനെ താമസിക്കുന്നത്? ജയൻ പറയുക, അളിയ ഞാൻ പറയുന്നതേ അളിയൻ്റെ നല്ലതിന് വേണ്ടിയേ. അളിയനത് ഇപ്പം മനസ്സിലാകത്തില്ല. അളിയൻ സമാധാനമായിട്ടൊരു വിവാഹമൊക്കെ കഴിച്ച് ഭാര്യയും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്നതേ എനിക്ക് കാണണം. ഈ വാല് പൊക്കുന്നത് എന്തിനാണെന്നുള്ളത് രാജുവിന് മനസ്സിലായി. രാജു പറയുക, രമ്യയുടെ കയ്യിൽ നിന്ന് എത്ര കിട്ടി അളിയന്? അത് കേട്ടിട്ട് പെട്ടെന്ന് ഞെട്ടി പ്രിയെ നോക്കുന്നുണ്ട്. പരുങ്ങുവാണ് ജയൻ അവിടെ നിന്ന്. അളിയനെ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ നടത്തുന്ന ഈ നാടകത്തിന് രമ്യയുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാ എണ്ണി വാങ്ങിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ പൊന്നളിയ, ഇങ്ങനെ ചങ്കി കുത്തുന്ന വാചകങ്ങളൊന്നും പറയല്ലേ. കേട്ടോ പ്രിയെ അളിയൻ പറയുന്നത്? രമ്യയുടെ കയ്യിൽ നിന്ന് ഞാൻ കാശെണ്ണി മേടിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അളിയൻ വിചാരിക്കുന്നത്. അതായത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ എന്ന് പ്രിയോട് ചോദിക്കുന്ന പോലുണ്ട്. അളിയ, ഞാൻ എൻ്റെ അളിയന് എന്നും നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഹൃദയ മേഡത്തിന് അളിയനോട് പ്രണയം ഞാനന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിച്ചത്. അന്ന് ആ പ്രണയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ കൂട്ടുനിന്നതും എല്ലാം കഷ്ടപ്പെട്ടതും ഒക്കെ അതിനായിരുന്നു. ഇനി ആ ബന്ധം നടക്കില്ലളിയ. സത്യത്തിൽ ആ ബന്ധത്തിന് അളിയനും താല്പര്യമില്ലായിരുന്നല്ലോ. നമ്മളൊക്കെ വിചാരിച്ചതുപോലെ അല്ലെങ്കിലും ശ്രീയുടെ വിവാഹം നടന്നു. ഇനി വേണ്ടത് അളിയന്റെ വിവാഹമാണ്. അത് അളിയനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് തന്നെ ആകണമെന്ന് ഞാൻ പറയുന്നത് വലിയ തെറ്റാണോ അളിയ? ജയന്റെ ഈ ലാത്തിയിടിയൊന്നും കേട്ട് നിൽക്കാൻ രാജുവിന് സമയമില്ല. അമ്മേ, എനിക്ക് ഉടനെ ഇലക്ഷൻ ബൂത്തിലെത്തണം എന്നും പറഞ്ഞ് രാജു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. യാമിനിയെ അപ്പു വിളിച്ചിട്ടുണ്ട്. അപ്പുവായിട്ട് യാമിനി സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ പോയിരിക്കുക മോളെ, അവരൊക്കെ വന്നിട്ട് വേണം എനിക്ക് പോകാൻ എന്നിങ്ങനെ അപ്പുവിനോട് യാമിനി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപനും അംബികയും ഹൃതികയും ദീപക്കും എല്ലാവരോടും ഇങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി വലിയ സന്തോഷത്തോടെ പറയുന്നത്, നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയതേ ഞാൻ ന്യൂസിൽ കൂടെ കാണുമായിരുന്നു. അപ്പോഴാണ് അപ്പുവിൻ്റെ ഫോൺ വന്നത്. അവൾ എന്തു പറയുന്നു? അവൾ നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ട് പ്രതാപേട്ട. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ട് അവളെ ഹോസ്റ്റലിൽ പോയെന്ന് കാണാം. അത് അവൾക്കും അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ വളരെ സന്തോഷമാവും എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ പറയുവാണ്. അംബികയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടമായില്ല. പ്രതാപ, ഇലക്ഷൻ റിസൾട്ട്, അതിൻ്റെ ടെൻഷൻ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. ഈ തിരക്കിനിടയ്ക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇനി അംബികയുടെ ഒരു നാടകവും പ്രതാപൻ്റെ അടുത്ത് ചെലവാകില്ല. ചേച്ചി, ഇന്ന് വോട്ട് ചെയ്യാൻ വന്നവർക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ചേച്ചി കണ്ടതല്ലേ? കന്നിവോട്ട് ചെയ്യാൻ വന്നവരും വാർദ്ധക്യത്തെ പോലും വകവെക്കാതെ വോട്ട് ചെയ്യാൻ വന്നവരും പ്രായമായവരും എല്ലാം ഒരുപോലെയാണ് എന്നിൽ സ്നേഹവും വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർക്കതിൽ ഉറപ്പുണ്ട്. അവരെനിക്കേ വോട്ട് ചെയ്യൂ. ആ ഒരു വിശ്വാസം, അതാണ് ചേച്ചി എൻ്റെ കോൺഫിഡൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷനും ഭാഗ്യപരീക്ഷണമല്ല. വർഷങ്ങളായി ജനങ്ങൾ എന്നിലും ഞാൻ അവരിലും അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണത്. അത് ഞാനും എൻ്റെ ജനങ്ങളും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോടാ നിനക്ക്? ഇപ്പം ഞാൻ തീർത്തു തരാടാ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് അംബിക പറയുക. നീ പറഞ്ഞതൊക്കെ എനിക്കും അറിയാം പ്രതാപ. പക്ഷേങ്കിലേ ജനങ്ങളെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ആരാ എപ്പോഴാ കൂറുമാറുന്നതെന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മോനെ. അംബികയുടെ ഉദ്ദേശം എന്താണെന്ന് ഹൃദയയ്ക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. അമ്മായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാനാണല്ലോ പ്ലാന്. അംബിക ഉദ്ദേശം നടത്താതെ അവൾ വിടുന്ന പാടില്ല. അതേ പ്രതാപ, ഇന്ന് വോട്ട് ചെയ്യാൻ വന്നവരൊക്കെ നിനക്ക് തന്നെയാണോ വോട്ട് ചെയ്തതെന്ന് എങ്ങനെ അറിയാം? നമ്മുടെ നാട്ടിലെ നല്ല പേരും പെരുമയുള്ള 2 പേരാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിനക്കെതിരെ മത്സരിക്കുന്നത്. മുഖത്തൊരു കൃത്രിമ സങ്കടമൊക്കെ അങ്ങോട്ട് വരുത്തിക്കൊണ്ട്, അതാ മോനെ എനിക്ക് പേടി. ഇത് കണ്ടിട്ട് പ്രതാപൻ ചിരിച്ചോണ്ട് പറയുക, ചേച്ചി അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. എത്ര ഇലക്ഷൻ കണ്ടതാ ചേച്ചി, ഇപ്പോഴെന്താ പുതിയതായിട്ട് ചേച്ചിക്കൊരു പേടിയൊക്കെ? അംബിക തകർക്കാൻ വെച്ച ബോംബ് അങ്ങ് ചീറ്റിപ്പോയി. പെട്ടെന്നൊരു കരച്ചിലൊക്കെ കാണിച്ചുണ്ട്. അറിയില്ല പ്രതാപ, എൻ്റെ മനസ്സിനൊരു വല്ലായ്മ പോലെ. അതെന്തിനാ ചേച്ചി? അംബിക അങ്ങനെ അവിടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് പ്രതാപൻ യാമിനിയോട് പറയുന്നു, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല, നമുക്ക് അപ്പുവിൻ്റെ ഹോസ്റ്റലിലൊക്കെ ഒന്ന് പോയി അവളെയും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ട് വളരെ ചില്ലായിട്ട് നമുക്ക് വന്നാലോ? എന്ത് പറയുന്നു മോളെ? അത് കേൾക്കുമ്പോൾ ഹൃദയയ്ക്കും യാമിനിക്കും ഒക്കെ അങ്ങ് വലിയ സന്തോഷമാകുവാണ്. രാജു, നീ ഡ്രൈവറോടൊന്ന് പറഞ്ഞേക്ക്. ശരി, പറയാം സാർ. അപ്പോഴേക്കും രോഹൻ അങ്ങോട്ട് വളരെ സന്തോഷത്തിൽ കയറി വരുന്നുണ്ട്. രോഹനെ കണ്ടതും ദീപക്കിന് കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അംബികയാണെങ്കിൽ അതിനേക്കാളും നോട്ടം കൊണ്ട് അവനെ ദഹിപ്പിക്കും.
എന്നുള്ള ഭാവത്തിലാണ് അംബികയെ നിൽക്കുന്നത്. ഹൃതികയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, എത്ര പറഞ്ഞാലും നാണം കെട്ടവൻ വരുന്ന കണ്ടോ എന്നാണ് ഹൃതിക ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പ്രതാപൻ വലിയ സന്തോഷത്തോടെ, വാ മോനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണോ? ഞാൻ വോട്ട് ചെയ്യാൻ ഇറങ്ങിയതാങ്കില്, അപ്പൊ പിന്നെ ഇങ്ങോട്ടൊന്ന് കയറിയേക്കാലോ എന്ന് വിചാരിച്ച് കയറിയതാ. ഇത്തവണത്തെ ഇലക്ഷനിൽ പാർട്ടി ഏറ്റവും കൂടുതൽ വിജയിക്കുന്നവരുടെ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് അങ്കിളിന്റെ പേര് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ഷൻ ഡേറ്റിൽ തന്നെ അങ്കിളിനെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്കിളെ, ഞാനൊരു മുഖ്യമായ വേറൊരു കാര്യം കൂടെ പറയാൻ കൂടിയാ ഇങ്ങോട്ട് വന്നത്. എന്താ മോനെ? മോൻ പറഞ്ഞോ? ഒരു വലിയ അഭിനയം അങ്ങോട്ട് കാഴ്ചവെച്ചോണ്ട് രോഹൻ പറയുക, സോറി അങ്കിൾ, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുവാണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എൻ്റെ ബന്ധുക്കളാകാൻ പോവുമല്ലയോ? അപ്പോൾ ഈ കുടുംബം എൻ്റെ കുടുംബം പോലെയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ദീപക്കിൻ്റെ കാര്യമാണ്. ദീപക്കിൻ്റെ കാര്യമോ? അംബികയും മോനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ആൻറ്റി, ദീപക്കിന് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. ദീപക്കിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഇല്ലാതിരിക്കുന്ന പറ്റില്ലല്ലോ. എഡിയൂസ് എന്ന കമ്പനിയിൽ ദീപക്ക് ജോലിക്കായി അപ്ലൈ ചെയ്തിരുന്നോ? അത് കേട്ടപ്പോൾ അംബികയ്ക്ക് അങ്ങ് വലിയ സന്തോഷമായി. അപ്ലൈ ചെയ്തിരുന്നു മോനെ. അത് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അപ്ലൈ ചെയ്തത്. വിവാഹം കഴിഞ്ഞതുകൊണ്ടല്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാനും സ്വന്തമായി അധ്വാനിക്കുന്ന ക്യാഷ് മതിയെന്നും അവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ. അംബികയുടെ 10 മടങ്ങ് വക്രബുദ്ധിക്കാരനാണല്ലോ രോഹൻ. അവൻ പറയുക, ദീപക്കിൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ ആൻറ്റി, ഇനി ദീപക്കിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ ദീപക്കിന് ഒരു ജോബ് ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിബിൻ. അവന് ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തായിട്ട് ബിസിനസ്സുണ്ട്. ദുബായിൽ അവൻ്റെ ജോലി നോക്കി നടത്താൻ ഒരു വിശ്വസ്തനായ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ദീപക്കിൻ്റെ മുഖമാണ്. ദീപക്കിനോടൊരു വാക്ക് ചോദിച്ച് ദീപക്കിന് സമ്മതമാണെങ്കിൽ അവനോട് പറഞ്ഞ് ഞാൻ ജോലി ശരിയാക്കാം. 1 ലക്ഷം രൂപ സാലറിയും താമസിക്കാനുള്ള ഫ്ലാറ്റും അവർ തരും. എടാ രോഹനെ, നീ എന്നെ നൈസായിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയല്ലേ? അവിടുത്തെ പണിക്ക് എൻ്റെ പട്ടി പോവും എന്നിങ്ങനെ ദീപക്ക് മനസ്സിൽ പറയുന്നുണ്ട്. ദീപക്കനും ദിവ്യയ്ക്കും കുഞ്ഞിനും അവിടെ സുഖമായിട്ട് ജീവിക്കാം അങ്കിളെ. ദീപക് ഉടനെ ചോദിക്കുക, എനിക്കും ദിവ്യയ്ക്കുവോ? രോഹൻ എന്തുവായി പറയുന്നത്? അത് ദീപക്കെ, ഞാൻ ഉദ്ദേശിച്ചതേ ദുബായിലേക്ക് നിങ്ങൾക്കൊരു ഫാമിലി വിസയാണ്. ഫാമിലി വിസ? അതൊന്നും ശരിയാവില്ല. അത് കേട്ടിട്ട് ഉടനെ പ്രതാപൻ, അതെന്താ ശരിയാകാത്തത്? അത് കേട്ടിട്ട് അംബിക ഉടനെ, അല്ല പ്രതാപ, അവൻ എന്നെ പിരിഞ്ഞെങ്ങനെയാ? അതിന് ചേച്ചിയെ പിരിഞ്ഞല്ലേ അവൻ അമേരിക്കയിൽ പോയി പഠിച്ചത്. അപ്പോൾ പിന്നെ ദുബായ് വരെ പോകുന്നതിന് എന്താ കുഴപ്പം? അമേരിക്ക വരെ പോകുന്ന ദൂരമൊന്നും ദുബായ്ക്കില്ല ചേച്ചി. ചേച്ചിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണുകയും ചെയ്യാമല്ലോ. അല്ല പ്രതാപ, അതൊക്കെ ശരിയാവുമോ? അതേ ശരിയാകത്തുള്ളെന്നാ ചേച്ചി എനിക്ക് തോന്നുന്നത്. അമ്മയും മോനും അടിവില്ലിൽ വീണ എലികളെ പോലെ അനങ്ങാൻ വയ്യാത്ത രീതിക്ക് രോഹൻ അവരെ നിർത്തിക്കഴിഞ്ഞു. ഒരു ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവന് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകും ചേച്ചി. പിന്നെ രോഹൻ പറഞ്ഞതുപോലെ ദീപക്കിനിപ്പോൾ ഒരു കുടുംബമായി. ദീപക്കിന്റെ ആഗ്രഹം പോലെ ദീപക്ക് തന്നെ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിച്ച് നോക്കട്ടെ. എൻ്റെ പൊന്നോ, അംബികയുടെ തലയിൽ 1000 ബോംബ് വീണതുപോലായി. ഒരിക്കലും പ്രതാപനിൽ നിന്ന് ഇങ്ങനെയൊന്നും അംബിക പ്രതീക്ഷിച്ചിട്ടേയില്ല. അംബിക കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന വെറും ഒരു പാവ മാത്രമായിരുന്നു പ്രതാപൻ. രോഹൻ വിടുവോ? അവൻ പറയുക, ആദ്യമൊക്കെ ഒരു മടി ഉണ്ടാകും ദീപക്കെ, അതൊക്കെ സാധാരണമല്ലേ, പിന്നെ അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. ദുബായ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അത് കേട്ടിട്ട് ദീപക്ക് മനസ്സിൽ പറയുക, അതേടാ അടിച്ച് പൊളിക്കാം, അതും അവളും അവിടെ കുട്ടിയുമായിട്ട്. പ്രതാപൻ സന്തോഷത്തോടെ പറയുക, എങ്കിൽ നമുക്കതങ്ങോട്ടങ്ങ് ഉറപ്പിക്കാൻ രോഹൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞേക്ക് ദീപക്കിന് വരാൻ സമ്മതമാണെന്ന്. രോഹൻ അങ്ങനെ ഫോൺ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അംബിക പെട്ടെന്ന് പറയുക, രോഹ വേണ്ട, ഫ്രണ്ടിനെ വിളിക്കണ്ട. എന്താ ചേച്ചി എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അത് പ്രതാപ, ദിവ്യയ്ക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അവൾക്ക് പാസ്പോർട്ട് എടുക്കണം, വിസ റെഡിയാക്കണം, പിന്നെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ തന്നെ മിനിമം 1-2 മാസം എടുക്കും. അത് മാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ പ്രതാപ, എനിക്ക് എൻ്റെ മകനെ ദൂരത്തേക്ക് അയക്കാൻ പറ്റില്ല. എൻ്റെ മോൻ എൻ്റെ കൂടെ ഉള്ളതാ എനിക്കൊരാശ്വാസം എന്നും പറഞ്ഞ് പെട്ടെന്നൊരു കരച്ചിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, എന്നെ നീ വിഷമിപ്പിക്കല്ലേ പ്രതാപ എന്നും പറഞ്ഞ് അംബിക കരഞ്ഞുകൊണ്ടൊരു ഓട്ടം. അത് കണ്ടിട്ട് പ്രതാപൻ പറയുന്നു, ചേച്ചിക്ക് കുറേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും കണ്ട് മോൻ വിഷമിക്കണ്ട, എനിക്ക് കുറച്ച് സമയം താ, ഞാനിതെല്ലാം ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്നാൽ ശരിയെങ്കിലേ, ഞാനിനി നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് രോഹൻ അവിടുന്ന് പോന്നു. രോഹൻ അങ്ങനെ പോകുന്നെന്ന് നോക്കി പ്രതാപൻ പറയുന്നു, മനസ്സിൽ നന്മയുള്ള പയ്യന്. അത് കേട്ടിട്ട് രാജു ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഋതികയെ നോക്കുമ്പോൾ ഋതിക ഇങ്ങനെ ദേഷിച്ച് രാജുവിനെ നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ നന്മയുള്ള മകൻ രോഹൻ ആരാണെന്ന് പ്രതാപൻ മനസ്സിലാക്കട്ടെ. ഇനി അംബികയും മകനും കൂടെ രോഹനെതിരെ എന്തൊക്കെ ഗൂഢാലോചനകൾ ചെയ്യുമെന്നുള്ളതും എല്ലാം നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.